ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, എന്തായാലും തരൂരിൽ നിന്ന് പല കാര്യങ്ങളും ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. അതിലെല്ലാം കോൺഗ്രസിനെതിരെയുള്ള ഒരു ഇലമെന്റ് ഉണ്ടാകും. ഇന്നലെ രാത്രിയിലെ ആ അത്താഴ വിരുന്നിലും അത് തന്നെയല്ലേ പ്രതിഫലിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ശശി തരൂരിൻ്റെ ഔദ്യോഗിക നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ വിശാലമായ അന്തർദേശീയ ധാരണകളെക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും നേതാക്കന്മാരെ വിളിച്ചിട്ടില്ല എന്നും അവർ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തിരക്കാനോ ഇല്ലെങ്കിൽ അവരുടെ സമ്മതം വാങ്ങാനോ ഇങ്ങനെയുള്ള കാര്യത്തിൽ അത് തികച്ചും പാർട്ടിപരമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഹുൽ ഗാന്ധി തന്നെ ഇദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനെ കാണാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ഗവൺമെന്റിനോട് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അത് 2 ദിവസം ചർച്ചയുമായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവിന് വിദേശകാര്യ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. തരൂരിന് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവാദം അവിടെ ഉണ്ട് എന്നിരിക്കെ അദ്ദേഹത്തിന് അവസരം കൊടുത്തതിൻ്റെ ന്യായം ഗവൺമെൻറ്റിൻ്റെത് ശരിയായിരിക്കാം, ഇല്ലെങ്കിൽ തെറ്റായിരിക്കാം. അതല്ലല്ലോ, അവസരം നിഷേധിച്ചു എന്ന് അദ്ദേഹം അറിഞ്ഞ സ്ഥിതിക്ക്, നമ്മളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്നേ അറിഞ്ഞു, ശശി തരൂരും അറിഞ്ഞിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പോകണോ വേണ്ടേ എന്നുള്ളത് ഒരു പാർട്ടിയുടെ അച്ചടക്കം കുറച്ചൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥനല്ലേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതും ശരിയാണല്ലോ. ഇത് അതിൽ മനസാക്ഷിയോട് ചോദിക്കണമായിരുന്നു എന്നാണ് പവൻ ഖേരയൊക്കെ പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, എൻ്റെ നേതാക്കളെ ക്ഷണിക്കാത്തിടത്ത് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ അത് തരൂർ അങ്ങനെയല്ല ചിന്തിച്ചത്. അല്ല, അദ്ദേഹം പാർട്ടിക്ക് മുകളിലാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ എന്താണ്? നമുക്കറിയാം തരൂരിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണെന്നൊരു കാർട്ടൂൺ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. എന്ത് ചെയ്തിട്ടും നടപടി ആകുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിട്ട് അദ്ദേഹത്തിന് പുറത്താക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടണം, അതാണ് തരൂരിൻ്റെ ആഗ്രഹം. അതെ, ഒരു വിക്ടിം കാർഡാകണം. ആ വിക്ടിം കാർഡ് കളിക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാനസികമായിട്ട് അദ്ദേഹം ആകുന്നു. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സുകാർക്കും ശശി തരൂരിനെ ഇനി അകലാനല്ലാതെ അടുപ്പിക്കാൻ സാധ്യതയില്ല. ഇനി അദ്ദേഹത്തിനൊരു തിരഞ്ഞെടുപ്പ് അവസരം കൊടുക്കാനും സാധ്യതയില്ല. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ നയിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസ്സിന് ദൂഷ്യം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത് ഭരണകക്ഷി കേന്ദ്രത്തിലെ NDA തരൂരിനെ കൊണ്ട് ഗുണമുണ്ടാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ നേട്ടം NDAക്കുണ്ട്. അത് അവരുടെ ചുണയാണെന്ന് വയ്ക്കാം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ നീക്കങ്ങൾ നടത്തുന്നത് എത്ര ഉറച്ചാണ് അല്ലേ? കാരണം അവിടെ ഖർഗെയും രാഹുലിനെയും ക്ഷണിക്കുന്നില്ല, പക്ഷേ തരൂരിനെ കൃത്യമായിട്ട് ക്ഷണിക്കുന്നു. വളരെ പ്ലാൻഡ് ആണ്, നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ഇൻവിറ്റേഷന് പിറകിൽ ഒരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. തരൂർ അതിൽ വീഴുകയും ചെയ്യും. ഇതിനു മുമ്പ് വീണിട്ടുണ്ട്, ഇനിയും വീഴും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അദ്ദേഹം വീഴുമെന്ന് പറയാൻ പറ്റുമോ? വീഴുകയല്ലല്ലോ, അത് തരൂര് അറിയാത്ത കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീഴെന്ന് പറഞ്ഞാൽ അതിലേക്ക് പെട്ടുപോകുന്നു എന്നുള്ളതല്ലല്ലോ. അദ്ദേഹം ആലോചിച്ച് വെച്ച് തന്നെ എടുക്കുന്ന തീരുമാനം. അതെ, ബുദ്ധിമാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിശക്തിയോടുകൂടി തന്നെ സ്വന്തം താല്പര്യം കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിക്കുന്ന സമയത്ത് ഒരാഴ്ച ഒന്ന് തല കാണിച്ചു, അത്ര തന്നെ കാണിച്ചോ സംശയമാണ്. അത് കഴിഞ്ഞ് അപ്രത്യക്ഷമായി, ഇവിടെയൊന്നും കണ്ടില്ല. ശബരിനാഥിന് വേണ്ടി കുറച്ച് വോട്ട് പിടിക്കാൻ നിന്നു എന്നല്ല, പിന്നെ തരൂരിനെ കണ്ടിട്ടില്ല. അപ്പോൾ തരൂർ എവിടെയാണെന്ന് കോൺഗ്രസ്സുകാർക്ക് എനിക്ക് തോന്നുന്ന ഒരുവിധ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ പുറത്താക്കിയാൽ കോൺഗ്രസ് അദ്ദേഹത്തിന് വിക്ടിം കാർഡിന് അവസരം കിട്ടും. അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് എനിക്ക് തോന്നുന്നു നടപടിയെടുക്കാതെ ഇങ്ങനെ ഇട്ടേക്കത്തേ ഉള്ളൂ. എത്ര നാൾ പോയാലും ഇത് NDA രാഷ്ട്രീയത്തിന് വിരുദ്ധമായി കോൺഗ്രസ് കളിക്കുന്ന മറ്റൊരു രാഷ്ട്രീയമാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടി ടിക്കറ്റിൽ തിരഞ്ഞെടുത്ത ആളെന്നുള്ള നിലയിൽ ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിനകത്ത് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ, എത്ര വലിയ ലിബറൽ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കകത്ത് വിധേയമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. പക്ഷേ അദ്ദേഹം അതിൽ ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ റഷ്യൻ നയതന്ത്രവുമായി തനിക്കുള്ള ബന്ധം, ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കാം എന്നെ വിളിച്ചിട്ടുണ്ടാവുക. അതല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും അന്തർദേശീയ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അതൊന്നും കുറച്ച് കാണുന്നില്ല. അതൊക്കെ പറയുമ്പോഴും പാർട്ടി പ്രസിഡന്റിനോടൊന്ന് ഒരു ഫോണിൽ ഖാർഗെക്ക് അല്ലെങ്കിൽ പവൻ ഖേരയെ ഒന്ന് വിളിച്ച് ചോദിച്ചോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൗന അനുവാദം ഉണ്ടെങ്കിലെന്ന് പറയാം. അതൊന്നുമല്ല. അപ്പോൾ പാർട്ടിക്ക് പുറത്ത് അതീതനായി നിൽക്കുന്നൊരു രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അത് വ്യക്തിപരമായി ശശി തരൂർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ഒരാളാണ്. ആ പാർട്ടി ടിക്കറ്റിൻ്റെ ആശയത്തിലും അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം കാണിക്കുന്നത് പൊളിറ്റിക്കലി ഇമ്മോറലാണ്, ഇൻകറക്റ്റാണ്.
ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ എന്തായാലും BJP-യുടെ ഒരു തന്ത്രം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണാമല്ലോ. താങ്കളും അത് സമ്മതിക്കുകയാണല്ലോ. തരൂരിന് വേണ്ടി ഇങ്ങനെയുള്ള കാർഡ് എന്തായാലും ഇറക്കും BJP. അതിൽ തരൂർ വീണു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. തരൂരും ആ രീതിയിൽ തന്നെ, തരൂർ ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പുറത്താക്കപ്പെടുക, ആ ഒരു ലക്ഷ്യത്തിലാണ് തരൂർ ഇപ്പോഴും നിൽക്കുന്നത്. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം. ഓക്കെ. അഭിലാഷേ, റഷ്യൻ പ്രസിഡന്റ് പുടിന് രാഷ്ട്രപതി കൊടുത്തിരിക്കുന്ന അത്താഴ വിരുന്ന് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല. അതായത് ഒരു സർവകക്ഷി യോഗമല്ല. അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വലിയൊരു ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അവിടെ ഈ കോട്ട വെച്ച ഇത്ര പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് ഇത്ര, മറ്റേ പാർട്ടികൾക്ക് ഇത്ര എന്ന് വീതിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല അത്. അവിടെ വരേണ്ടതും അവിടെ സംസാരിക്കേണ്ടതും അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതും അതിന് യോഗ്യതയുള്ളവർക്കും ആ കാര്യങ്ങൾക്ക്, രാജ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. അത് ഇപ്പം അതിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, പ്രതിപക്ഷ നേതാവിനെ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു രാഷ്ട്രീയ പരിപാടി ഒരു കീഴ്വഴക്കവും കാര്യങ്ങളും ഉണ്ടല്ലോ. മുമ്പ് വാജ്പേയിയെ ക്ഷണിച്ചിട്ടുള്ളതാണല്ലോ. അതെ, വാജ്പേയിയെ ക്ഷണിച്ചിട്ടുണ്ട്. വാജ്പേയി വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയാണ്. അദ്ദേഹം വിദേശകാര്യ രംഗങ്ങളിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മേഖലയിൽ വിദേശകാര്യ വിദഗ്ധൻ അങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ച് ഈ രാജ്യത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണോ? അല്ലല്ലോ. അദ്ദേഹം ചെയ്ത് ഇനി അതവിടെ നിൽക്കട്ടെ. ഭരണഘടനാ പരമായി തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ സ്വാതന്ത്ര്യദിന പരേഡിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, വന്നില്ല. ഖാർഗെ വിളിച്ചു, വന്നില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചു, വന്നില്ല. അങ്ങനെ ഇവിടെ നടക്കുന്ന, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലും ഈ രാഹുൽ ഗാന്ധി ആ പരിസരത്ത് കാണില്ല. അതും കൂടാതെ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ വരെ പോയി ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം മരിച്ചു, ഞങ്ങളെ രക്ഷിക്കൂ, ഇവിടെ ഇതൊരു ഡെഡ് എക്കണോമിയാണ് എന്നീ ലോകം മുഴുവനും പറഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ ഇനി ഇതുപോലൊരു ചടങ്ങിൽ വിളിച്ച് ഇയാൾ എന്തൊക്കെ കിടന്ന് കോപ്രായം കാണിക്കുമെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അങ്ങനെ കൊണ്ട് കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഒരു വലിയ ഒരു ഡിപ്ലോമാറ്റിക് ഈവന്റിൽ അവിടെ വന്നിരുന്ന് സംസാരിക്കാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഇല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നല്ല അങ്ങനെ ഒരു വിശദീകരണം വരുന്നുണ്ട്. ഇതേക്കുറിച്ച് വിവാദമായ സമയത്ത് അവിടെ ഈ സന്ദർശനം നടത്തുന്ന നയതന്ത്ര പ്രതിനിധികളുടെ താല്പര്യം അനുസരിച്ചാണ് ഈ വിരുന്നിന് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് പറയുന്നത്. ശ്രീ ഗോപു, ശരിയാണോ അത്തരം കാര്യം? അങ്ങനെ ഒരു പക്ഷേ അവരുടെ അഭിപ്രായം ചോദിച്ചേക്കാം. അത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വസ്തുതയായിരിക്കാം. അപ്പോൾ ആ നിലയ്ക്കൊരു ഞാൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഗവൺമെൻറ്റിന് എടുക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഷാബു പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, നമ്മുടെ ചർച്ച രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ല എന്നുള്ളതാണ്. വസ്തുത ശശി തരൂരിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്